സാധ്യതയുണ്ട്. ആസിഫിക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. മൂവി മസ്റ്റ് വാച്ച് മൂവി. ലെവൽ ക്രോസ് കുഴപ്പമില്ല. ആസിഫ് മൂന്ന് പേര് എത്ര പേര് കുറച്ച് പേരല്ലേ ഉള്ളൂ ക്യാരക്ടർ? 3 പേരുള്ളൂ. ഷറഫുദ്ദീന്, ആസിഫ് അലി. പടം എങ്ങനെയുണ്ട്? കണ്ടോണ്ടിരിക്കാൻ പറ്റുമോ? കണ്ടോണ്ടിരിക്കാം. കുറച്ച് പേര് ആക്ടിങ് ഒക്കെ അടിപൊളിയാണ്. മൈക്ക് വർക്ക് എങ്ങനെയുണ്ട്? അതൊക്കെ അടിപൊളിയാണ്. അഭിനയമൊക്കെ അടിപൊളി. അടിപൊളി അഭിനയം. 2 മണിക്കൂർ കണ്ടോണ്ടിരിക്കാം. ജോസഫാണ് പ്രൊഡ്യൂസർ. നല്ല പടമാണ്. നല്ല പടം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ത്രില്ലർ. അത് സ്ക്രിപ്റ്റ് വായിച്ച് ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഞങ്ങൾ ചെയ്യാൻ റെഡിയായത്. ത്രില്ലറാണ്. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നല്ല സിനിമ. വെൽ ടേക്കൺ മൂവി. എല്ലാവരുടെയും പെർഫോമൻസ് ഗംഭീരമായിരുന്നു. 3 പേരും ആസിഫ് അലി, അമല, ഷറഫുദ്ദീൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ലാഗ് എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? ക്യാരക്ടേഴ്സ് കുറവല്ല അതുകൊണ്ട് അങ്ങനെ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നില്ല. ആ സിനിമയ്ക്ക് ഒരു വേണ്ട ഒരു ലാഗ് അതിനുണ്ട്, അല്ലാതെ ഒരു ലാഗ് ഫീൽ ചെയ്തില്ല. ഭയങ്കര ഗ്രിപ്പിംഗ് ആണ്. എങ്ങനെയുണ്ട് ആസിഫിന്റെ ക്യാരക്ടർ? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആസിഫ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇല്ല, എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും മണിക്കൂർ കണ്ടോണ്ടിരിക്കാം. ഇല്ല ഒരുപാട് പ്രതീക്ഷകളുണ്ട്. സിനിമയാണ്, എല്ലാവരും കാണണം. നല്ല മേക്കിംഗ് ആണ്, നല്ല ആക്ടേഴ്സ്, എല്ലാവർക്കും ഇഷ്ടമുള്ള ആക്ടേഴ്സാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി, മസ്റ്റ് വാച്ച് മൂവി. ഇറ്റ്സ് എ മോളിവുഡ് മൂവി ലൈക്ക് ഹോളിവുഡ് അങ്ങനെ പറയാം. ഏതെങ്കിലും അവാർഡ് വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും ഒരുപാട് അവാർഡ്സ് കിട്ടാൻ സാധ്യതയുള്ളൊരു മൂവിയാണ്. മേക്കിംഗ് ഒരു രക്ഷയില്ല, അടിപൊളി മേക്കിംഗ് ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹോളിവുഡ് മൂവി മോളിവുഡിൽ വന്നാൽ എങ്ങനെ ഇരിക്കും അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത്ര മനോഹരമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്യാമറ വർക്കാണ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. കംപ്ലീറ്റ്ലി സൂപ്പർ. ഒരു ബോറിങ്ങും ഇല്ല. നല്ല രസമായിട്ട് നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കും. ഇത് നല്ല പെർഫോമൻസ് ആയിരുന്നു എല്ലാ ആക്ടേഴ്സിൻ്റെ. സസ്പെൻസ് എല്ലാം ഉണ്ട്. നല്ല മൂവിയാണ്. ട്വിസ്റ്റ് എല്ലാം നന്നായി വർക്ക് ആയിട്ടുണ്ട്. അർഫുവിൻ്റെയും ആസിഫ് അലിയുടെ ഒക്കെ പെർഫോമൻസ്, കിടിലം പെർഫോമൻസ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ എന്താണെങ്കിലും പടം കാണണം. എല്ലാ ട്വിസ്റ്റും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ട്വിസ്റ്റാണ്. അടിപൊളിയാണ് പടം. അതെ. ആക്ച്വലി ആസിഫിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ട പെർഫോമൻസ് തന്നെയാണ്. സാധ്യതയുണ്ട്. ആസിഫിക്ക് കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇല്ല, ആക്ച്വലി പടം ഡിമാൻഡ് ചെയ്യുന്ന ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. അതെ, ആസിഫ് അലിയും അമല പോളും ഷർഫും തന്നെയാണ് മെയിനായിട്ട്. എല്ലാവരും 3 പേരും അമലയും എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അതെ, എല്ലാവർക്കും എന്താണെങ്കിലും ഇഷ്ടം. താങ്ക് യു.